ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങൾ ഒരിക്കലും സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിടാറില്ല. കയ്യിൽ ആവശ്യത്തിന് പണമുള്ളവരെയാണ് പല വാഗ്ദാനങ്ങൾ നൽകി സമീപിക്കുന്നത്. കൊച്ചിയിൽ ഹൈക്കോടതി മുൻ ജഡ്ജി വരെയും തട്ടിപ്പിൻ്റെ ഇരയായത് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. റിട്ടയർഡ് ജഡ്ജിയിൽ നിന്ന് പണം തട്ടിയെടുത്ത കേസിൻ്റെ അന്വേഷണമെത്തിയത് കണ്ണൂരിലേക്കാണ്. കേസിൽ തലശ്ശേരി സ്വദേശികളായ 3 യുവാക്കളെ കൊച്ചി സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. കേസിൽ കൂടുതൽ പേർ പിടിയിലാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരം. റിട്ടയർഡ് ജഡ്ജി ശശിധരൻ നമ്പ്യാരുടെ പക്കൽ നിന്നും 90 ലക്ഷം രൂപയാണ് ഓൺലൈൻ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത്. സംഘത്തിലെ 3 പേരാണ് കൊച്ചി സൈബർ പോലീസിന്റെ പിടിയിലായത്. തലശ്ശേരി സ്വദേശികളായ മുഹമ്മദ് ഷാ, മുഹമ്മദ് ഷർജിൽ, മിർഷാദ് എന്നിവരാണ് പിടിയിലായത്. കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. 90 ലക്ഷം രൂപയിൽ നിന്ന് ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയോളം ഇവർ വഴിയാണ് ഡീൽ ചെയ്തതെന്നാണ് മനസ്സിലായത്. അപ്പോൾ ഇവർ അത് നമ്മുടെ തന്നെ നാട്ടിലെ ഇസാഫ് ബാങ്ക്, തലശ്ശേരി ഇസാഫ് ബാങ്കിൽ നിന്ന് അവർ ഈ ക്യാഷ് വിത്ഡ്രോ ചെയ്യുന്നതായിട്ടുള്ള വീഡിയോയും മറ്റും ഞങ്ങൾക്ക് ലഭിച്ചു. അങ്ങനെ അവരിലേക്ക് എത്തി. അപ്പോൾ അവരെ ഞങ്ങൾ പിടിച്ചപ്പോൾ അവരുടെ പണം വാങ്ങിക്കൊണ്ട് പോയിട്ട് ക്രിപ്റ്റോ കറൻസി ആക്കി മാറ്റി യഥാർത്ഥ ലിങ്കിലേക്ക് അയക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെയും കൂടെ ലഭിച്ചു. അങ്ങനെ 3 പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. ഇപ്പോൾ പ്രമുഖരായ ആളുകളുടെ ഓൺലൈൻ ചീറ്റിങ്ങിലൂടെ പണം നഷ്ടപ്പെടുന്നത് ഇപ്പം സാധാരണമായിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ ആയിരുന്നാലും ഇത്തരം കേസുകളിൽ പ്രതികൾ പിടിക്കപ്പെടുന്നുണ്ട് എന്ന ആളുകൾ അറിയണം. ഡിസംബറിലാണ് തട്ടിപ്പ് നടന്നത്. അമിതമായ ലാഭവിഹിതമാണ് പ്രതികൾ വാഗ്ദാനം ചെയ്തത്. തുടർന്ന് ജഡ്ജിയെ ഇവർ ആദിത്യ ബിർല ഇക്വിറ്റി ലേണിംഗിന്റെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചേർത്തു. പിന്നീടാണ് പണം തട്ടിയത്. പിടിയിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഓൺലൈൻ ഗെയിമുകളിലൂടെ കുട്ടികളും ഇത്തരം കുറ്റകൃത്യത്തിന്റെ ഭാഗമാകുന്നുണ്ടെന്ന് SHO ഷമീർ ഖാൻ. ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ പണം കിട്ടുന്നതായിട്ട് ചില പരസ്യങ്ങളൊക്കെ കാണാറില്ല ഓൺലൈനിൽ. അപ്പോൾ അത്തരം പരസ്യങ്ങളിലൂടെ നമ്മൾ വിചാരിക്കുന്നത്, പലപ്പോഴും കുട്ടികൾ വിചാരിക്കുന്നത് ലീഗലായിട്ടുള്ള പണമാണെന്നാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത്തരം കാര്യങ്ങൾ അവർ ബൈഫോർക്കറ്റ് ചെയ്ത് പല ജോലികൾ പലരെ ഏൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ ഇവരെ ഏൽപ്പിക്കാൻ ഇവർ വിചാരിക്കും ഇവർ ചെയ്ത ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ ലഭിച്ച ലാഭമാണെന്ന് വിചാരിക്കും. പക്ഷേ പലപ്പോഴും അങ്ങനെയല്ല. നമ്മുടെ മാന്യമായ പണമല്ല ഈ ലഭിക്കുന്നത്. ഇവരുടെ അനധികൃതമായിട്ട് ലഭിക്കുന്ന ഈ സമ്പാദ്യം ഇവരിലൂടെ മാറിയെടുക്കുകയാണ് ചെയ്യപ്പെടുന്നത്. അത് പലപ്പോഴും കുട്ടികളോ അവരുടെ മാതാപിതാക്കളോ അറിയുന്നില്ല. അറസ്റ്റിലാവുമ്പോഴാണ് അറിയുന്നത് താൻ ചെയ്ത ഒരു വലിയ കുറ്റകൃത്യമായിരുന്നുവെന്നും അതിന്റെ ഭാഗമാണ് താനെന്നും. പിടിയിലായ പ്രതികൾക്ക് പുറമെ 6 പേരുടെ വിവരങ്ങൾ കൂടി ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി. പ്രതികൾക്ക് വടക്കേന്ത്യൻ തട്ടിപ്പ് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി.